ജീവിതത്തിൽ സങ്കടം ഉണ്ടായിട്ടില്ലാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? പലർക്കും പല കാരണങ്ങൾ കൊണ്ട് വിഷമം ഉണ്ടാവാറുണ്ട്. വിഷമം ഉണ്ടാവുക എന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണല്ലോ. പരീക്ഷയിൽ തോറ്റാൽ, പ്രണയബന്ധം പരാജയപ്പെട്ടാൽ, സാമ്പത്തിക നഷ്ടം വന്നാൽ, വിയോഗം, അസുഖങ്ങൾ ഇവയൊക്കെ വിഷമം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാറുമുണ്ട്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ സാധാരണ വിഷമങ്ങളെക്കുറിച്ചല്ല, വിഷാദ രോഗത്തെക്കുറിച്ചാണ്. എന്താണ് ഒരു സാധാരണ വിഷമവും വിഷാദ രോഗവും തമ്മിലുള്ള വ്യത്യാസം? എപ്പോഴാണ് ഒരാൾക്ക് വിഷാദ രോഗമാണെന്ന് പറയാം? ഇനി പറയുന്ന ലക്ഷണങ്ങളിൽ 5 2 ആഴ്ച തുടർച്ചയായി ഒരാളിൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രസീവ് ഡിസോർഡർ അഥവാ ഡിപ്രഷൻ ഉണ്ടെന്ന് പറയാം. ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സങ്കടഭാവം, കാരണം എന്തെന്നറിയാത്ത ഒരു വ്യക്തിയുമായോ സംഭവമായോ ബന്ധപ്പെട്ടോ അല്ലാതെയോ ഉണ്ടാവുന്ന തുടർച്ചയായിട്ടുള്ള സങ്കടം. മുൻപ് സന്തോഷത്തോടെ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരു താല്പര്യമില്ലാതിരിക്കുക. ഉദാഹരണത്തിനായി സിനിമ കാണുക, കൂട്ടുകാരോടൊത്ത് സംസാരിച്ചിരിക്കുക, വായിക്കുക, ഇതിനൊന്നും തോന്നാത്ത അമിതമായ ക്ഷീണം, കാരണമില്ലാത്ത ഒരു തരം ക്ഷീണം. ബെഡിൽ നിന്നും എണീക്കാനേ തോന്നുന്നില്ല, എപ്പോഴും കിടക്കണം എന്ന തോന്നൽ മാത്രം. തീരെ ഉഷാറില്ലാതെ, ഊർജ്ജസ്വലതയില്ലാതെയാവുക. ചിലർക്ക് ഉറങ്ങാൻ വലിയ താമസം വരില്ലെങ്കിലും സാധാരണ ഉണരുന്നതിനേക്കാളും 2 മണിക്കൂർ നേരത്തെയെങ്കിലും. ഉദാഹരണത്തിന് 6 മണിക്ക് ഉണരുന്ന ഒരാള് 4 മണിക്ക് തന്നെ ഉണരുക, പിന്നീട് ഉറക്കം വരാതെ ഇരിക്കുക. എന്നാൽ കൗമാരക്കാരിൽ ഇതിന് വിപരീതമായി ചിലപ്പോൾ അമിതമായ ഉറക്കാണ് കാണാറുള്ളത്. വിശപ്പില്ലായ്മ, വിശപ്പേ തോന്നുന്നില്ല, വളരെയധികം ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് കഴിച്ചിരുന്ന ആഹാരം പോലും വേണ്ടാതാവുക. കൗമാരക്കാരിൽ നേരത്തെ പറഞ്ഞതുപോലെ അമിതമായ വിശപ്പ് എന്ന അവസ്ഥ കാണാറുണ്ട്. ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗത കുറയുക. ഉദാഹരണത്തിന് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി കിട്ടാൻ താമസം, വേഗത്തിൽ തീർക്കാൻ കഴിയുന്ന പ്രവൃത്തികൾ പോലും വളരെ സാവകാശം അല്ലെങ്കിൽ പൂർണ്ണമായി ചെയ്യാൻ കഴിയാതിരിക്കുക. ശ്രദ്ധക്കുറവ്, ഒരു കാര്യത്തിലും ഏകാഗ്രത ഇല്ലാതാവുക. ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട അവസരങ്ങളിൽ ചിന്തകൾ കുമിഞ്ഞുകൂടി ശ്രദ്ധിക്കാൻ കഴിയാതെ വരിക. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിലോ ക്ലാസ്സിലോ ശ്രദ്ധിക്കാൻ കഴിയാതെ വരിക. ഇനി ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിയിൽ തീരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെയാവുക. വിഷാദ ചിന്തകൾ അഥവാ നെഗറ്റീവ് തോട്ട്സ്, തന്നെ ഒന്നിനും കൊള്ളില്ല, താൻ എല്ലാവർക്കും ഒരു ബാധ്യതയാണ്, തന്നെ ആരും മനസ്സിലാക്കുന്നില്ല, സഹായിക്കാൻ ആരുമില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവുക. ആത്മഹത്യാ പ്രവണത, മുൻപ് പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നലും ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന തോന്നലുകളും ഉണ്ടാവുകയും ഉത്കണ്ഠാകുലരായി പ്രത്യാശയില്ലാതെയായി ജീവിക്കുന്നതിലും ഭേദം മരണമാണ് എന്ന തോന്നലിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും 5 തുടർച്ചയായി 2 ആഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് വിഷാദ രോഗമാണെന്ന് അനുമാനിക്കുകയും എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ പോലെയുള്ള പ്രൊഫഷണൽസിന്റെ സഹായത്തോടെ ചികിത്സ തേടേണ്ടതാണ്. വിഷാദ രോഗികളിൽ തലച്ചോറിലെ രാസവസ്തുക്കളുടെ അളവ് കുറയുന്ന അവസ്ഥ കാണാറുണ്ട്. തലച്ചോറിലെ ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന പാർശ്വഫലങ്ങൾ വളരെ കുറഞ്ഞ മരുന്നുകളുണ്ട്. നിശ്ചിത കാലം മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സയും എടുക്കുന്നതോടൊപ്പം കൃത്യമായ വ്യായാമം, ചിട്ടയായ ഉറക്കം, കൃത്യമായ ഭക്ഷണം, ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങൾ പോലെയുള്ള ചില ജീവിതശൈലി ക്രമീകരണങ്ങളും കൂടി പാലിക്കുകയാണെങ്കിൽ വിഷാദ രോഗം വേഗത്തിൽ നിയന്ത്രണത്തിലാക്കാൻ കഴിയും. ഓർക്കുക, എത്രയും നേരത്തെ ചികിത്സ ലഭ്യമാക്കുന്നതും ഫാമിലിയിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയും വിഷാദ രോഗത്തെ വേഗത്തിൽ ഭേദമാക്കാൻ സഹായിക്കും. ഇന്നലത്തെ ദുഃഖങ്ങളുടെ, പ്രതിസന്ധികളുടെ, പരാജയങ്ങളുടെ മാറാപ്പ് ചുമലിലേറ്റാതെ നാളത്തെ വേവലാതികളുടെ ലോകത്തേക്ക് വാതിൽ തുറക്കാതെ ഇന്നത്തെ സന്തോഷത്തിൽ ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം.